പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ എവിടേക്ക് ക്യാമറ തിരിച്ചാലും ദൃശ്യങ്ങൾക്ക് പഞ്ഞമില്ല എന്നാണ് 24 ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിന്റെ പക്ഷം. പുതിയ ഡെസ്റ്റിനേഷനുകൾ അന്വേഷിച്ചുള്ള 24 പത്തനംതിട്ട ടീമിന്റെ യാത്ര ഇപ്പോഴും തുടരുകയാണ്. ഇത്തവണ ശരീരവും മനസ്സും ഒരുപോലെ കുളിർപ്പിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ശ്രീകുമാറിനും സഞ്ജയ് ഇക്ബാലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാണാം. ഹായ്, നമസ്കാരം പ്രേക്ഷകരെ. ഇന്ന് നമ്മളുള്ളത് ചിറ്റാർ മൺപിലാവിലാണ്. ഇവിടെ ഒരു പാലരുവി വെള്ളച്ചാട്ടമുണ്ട്. അധികം ആരും അറിയാത്ത ഒരു വെള്ളച്ചാട്ടം. നല്ല ഗംഭീര വൈബാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ലേഖകൻ റെനി പറയുന്നത്. നമുക്ക് അവിടേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ യാത്ര. പോയി വരാം. പത്തനംതിട്ടയിലെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് ക്യാമറ കണ്ണിലൂടെ എത്ര കാണിച്ചു കൊടുത്താലും മതി വരില്ല. സ്ഥിരം കണ്ടുമടുത്ത ദൃശ്യങ്ങളിലേക്ക് ക്യാമറ ചലിപ്പിക്കരുതെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് മൺപിലാവിലേക്ക് ടോപ്പ് ഗിയർ ഇട്ടത്. മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആസ്വദിക്കുക നാം. അതെ, മൺപിലാവ് വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല വൈബാണ്. നല്ല തെളിമയുള്ള വെള്ളം. ആസ്വദിക്കാം ആ വൈബ്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് വാർത്തകളിലൊക്കെ തിരക്കിൽ നമ്മളെല്ലാം ബിസിയായിരുന്നു. ഇന്നാണ് ഒന്ന് കാട് കയറാൻ അവസരം ലഭിച്ചത്. എന്തായാലും പക്ഷേ ഇവിടെ വന്നപ്പോൾ, ഈ മൺപിലാവിൽ വന്നപ്പോൾ, അയ്യോ ഒന്നും പറയാനില്ല, ഞെട്ടിക്കുന്ന വൈബാണ്. നമ്മൾ ലാഹേല വൈബ് കാണിച്ചു, അതുപോലെ തന്നെ അടവിയിലെ വൈബ് കാണിച്ചു. അതിന് അപ്പുറത്തേക്ക് മറ്റൊരു വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ്, അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വെള്ളച്ചാട്ടമാണ് മൺപിലാവ് വെള്ളച്ചാട്ടം. അങ്ങനെ കൂടുതൽ സഞ്ചാരികളൊന്നും ഈ മേഖലയിലേക്ക് വരുന്നില്ല. പക്ഷേ സഞ്ചാരികളെ കാത്ത് ഒരു വലിയ ടൂറിസം സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെ ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടം, നിങ്ങൾ കുറേ കാലം, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ, നിങ്ങളുടെ സ്ഥലത്ത് കൂടെ വേണ്ട ഇങ്ങോട്ട് വരാൻ, എങ്ങനെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്? ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയാൻ അധികം പേര് ഇത്രയും നാൾ അറിയാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അറിഞ്ഞു കേട്ട് അനേകം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. സാറ്റർഡേ സൺഡേ നല്ല തിരക്കാണ്. ഏകദേശം ഒരു 300 ആൾക്കാരിൽ കൂടുതൽ ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലമാണ്. പിന്നെ ഈ അരുവി എന്ന് പറയുന്ന ഒരു 2000 അടി മുകളിൽ നിന്ന് വരുന്ന വെള്ളം. പക്ഷേ നമുക്കിതിപ്പം ഒരു തട്ടേ കാണാൻ പറ്റും, മൊത്തം 7 തട്ടാണ്. ഇവിടെ അപകട സാധ്യത എന്ന് പറയുന്നത് ഒന്നുമില്ല. എല്ലാം ഈ ഒരു 4 അടി കൂടുതൽ വെള്ളം എങ്ങുമില്ല. എല്ലായിടും 4 അടി വെള്ളമേ ഉള്ളൂ. ചിറ്റാറിൽ നിന്ന് വയ്യാറ്റുപുഴയിലേക്ക് വരണം. ആ വയ്യാറ്റുപുഴ റോഡിലാണ് മൺപിലാവ്. ഇവിടെ വന്ന് ആരോട് ചോദിച്ചാലും ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയും. കാരണം അധികം ആരും അറിയപ്പെട്ടിട്ടില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു കൂടി വേണം ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ആ സ്വകാര്യ വ്യക്തി അടക്കം എല്ലാവിധ പിന്തുണയും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നവർക്ക് ഒരുക്കാൻ തയ്യാറാണ്. സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ നാട്, അതിൻ്റെ ഒരു പച്ചപ്പ് ഒന്നാമത്തെ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പം കിട്ടുന്നൊരു ആശ്വാസം. നമ്മൾക്ക് മനസ്സിനൊക്കെ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീക്കെൻഡ് ആവണ്ട എങ്ങോട്ടേലും പോകാൻ. പകരം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ജീപ്പ് എടുക്കും. ഞാനൊരു യൂട്യൂബറും കൂടെ ആണ്. അപ്പം ഞാൻ നേരെ ജീപ്പ് എടുക്കും, നേരെ ഇവിടെ വരും, ഫ്രണ്ട്സ് കാണും, ഞങ്ങൾ നേരെ ട്യൂബ് എടുക്കും, ഇവിടെ ചാടും. ഇതൊക്കെ കാണുമ്പോൾ ഇറങ്ങി അങ്ങ് തുള്ളി മറിയണമെന്നുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷവും വാർത്താ സംബന്ധമായ തിരക്കുകൾ ഉള്ളതിനാൽ അതെന്തായാലും തൽക്കാലം നടക്കില്ല. ഇവിടുന്ന് പോവുകയാണ്. പക്ഷേ മനസ്സിൽ ഈ മൺപിലാവ് വെള്ളച്ചാട്ടം അങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട്. കുളിക്കാനൊക്കെയായി ഞങ്ങൾ ഫുൾ ടീം ഒരിക്കൽ കൂടി വരും. ക്യാമറ സഞ്ജയ് ഇക്ബാലാണ്, ഗതാഗതം അഭിലാഷ് കൈതമണ്ണിൽ. സൈനിങ് ഓഫ്, ശ്രീ ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.